അസ്സലാമു അലൈക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ വന്നത് നമ്മളെ ഇപ്പോൾ ന്യൂസ് കണ്ടല്ലോ ഞാനൊക്കെ. പിന്നെ ഒരു ചേച്ചിനെ കടുവ അടിച്ചത് വയനാട്. ഞാൻ വയനാടാണ്. ഇപ്പോൾ ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പിന്നെ ഒരു 20 കിലോമീറ്റർ അപ്പുറമാണ് ഞാനുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അറിയുന്ന സ്ഥലമാണ്. ഞാൻ ഡെയിലി പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴെല്ലാം പിന്നെ ടൗണിലേക്ക് പോകുന്ന അവിടത്തേക്കാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ ആ സ്ഥലം വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ നാട്ടിലാണ്. അപ്പോൾ പറയാൻ എൻ്റെ മക്കളെ ഞാൻ ആ വീഡിയോ കണ്ട് വല്ലാത്തൊരു ടെൻഷൻ. അല്ലെങ്കിലേ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പേടി. ഇവിടെ മൃഗത്തിൻ്റെ ഭയങ്കര ശല്യമാണ്. ഭയങ്കര പേടിയാണ്. രാത്രിയൊക്കെ ഞാൻ പുറത്തിറങ്ങാനൊരു 8 മണി എന്താ പറയണ്ട, ഒരു 8 മണി കഴിഞ്ഞാൽ റോട്ടിൽ ഒരാൾ നടന്നു പോകില്ല. പിന്നെ ഈ എല്ലാവർക്കും ഇപ്പോൾ വണ്ടി ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ അത്രയ്ക്ക് പേടിയാണ്. അത്രയും മൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പിന്നെ ഈ വാതുക്കൽ കൊലായിൽ പിന്നെ കുറച്ച് തുണിയെല്ലാം എടുത്ത് കസേരയിലിട്ട് മടക്കി വെക്കുന്ന സമയത്താണ് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കടുവ ഭയങ്കരമായിട്ട് ഒരു 8:30-9 മണിയേ ആയിട്ടുള്ളൂ. അന്നേരം കടുവ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലറുന്ന ശബ്ദം കേൾക്കുന്നത്. പിന്നെ അത്രയോ പേടിയാണ്. ഞാൻ കുറച്ച് വർഷമായി ഈ നാട്ടിലേക്ക് വന്നിട്ട്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കെല്ലാം പിന്നെ ഇങ്ങനെ ടൂറിസ്റ്റുകളെയും കൊണ്ട് പിന്നെ ഇവിടെ കാട്ടിൽ പോകുന്നതാണ്. അപ്പോൾ അത് കാരണം അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്, കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഉണ്ട് കടുവ, പുലി എന്ന് പറയുന്ന ശല്യം ഒരുപാട്. വല്ലാത്ത ബുദ്ധിമുട്ടപ്പോൾ പേടി ഭയങ്കര. നമുക്ക് പുറത്തിറങ്ങാനേ. പിന്നെ പറയാൻ പണിക്ക് പോകുന്നവരെല്ലാവരും പണിക്ക് പോകുന്നവരാണ്. വലിയ വലിയ കോടീശ്വരന്മാരൊന്നും ഈ നാട്ടിൽ കുറവാണ്. ഉണ്ടാവും, പക്ഷെ കുറവാണ്. എല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പം എന്താ പറയുന്നത്, മെനിഞ്ഞാന്ന് ന്യൂസ് കേട്ട പാടന്നെ ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചപ്പോൾ എൻ്റെ ഉമ്മാനെ വിളിച്ചപ്പോൾ പറഞ്ഞു തോട്ടത്തിൽ കാപ്പി പറിക്കാൻ. ഇപ്പം കാപ്പിന് സമയമാണല്ലോ ഇവിടെ. അപ്പോൾ കാപ്പി പറിക്കാൻ എല്ലാവരും പോവും, പെണ്ണുങ്ങളാണെങ്കിൽ പോവും. അപ്പോൾ പറയാൻ എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ കാപ്പി പറിക്കാം. അപ്പോൾ എനിക്ക് പറയാനൊരു പേടിയില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ, ആർക്കായാലും പേടി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാത്രി ഉമ്മാനോട് പറഞ്ഞത്. പിന്നെ പറയാൻ അത്രയോ പേടിപ്പെടുത്തുന്ന, പണിക്ക് പോകാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ മൃഗങ്ങൾ ഈ കാട്ടിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ട് പടച്ചോനെ. വല്ലാത്ത ബുദ്ധിമുട്ട്. രാവിലെ മദ്രസയിൽ കുട്ടികളെ കൊണ്ടുപോയി വിടാൻ വരെ ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. പിന്നെ രാവിലെ ഒരു 6:30 മണിക്ക് മോന് മദ്രസ പോകും. അത് നടന്നാണ് പോകുന്നത്. നമുക്ക് സ്വന്തം വണ്ടിയൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും വണ്ടി ഉണ്ടാകുന്ന, വണ്ടിയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ വണ്ടി ഇപ്പം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ മക്കൾ നടന്നിട്ടാണ് പോവുക. അപ്പോൾ പോയിട്ടൊരു ശനിയാഴ്ച അതുകൊണ്ട് സ്കൂളില്ല. അപ്പോൾ 11 മണിക്ക് മദ്രസ വിടാം. ഒരു 10 മണിയായപ്പോൾ ആന കരയുന്നു. കുറച്ചടുത്ത് നിന്ന് ആന പട്ടാപ്പകൽ. എന്നിട്ട് അപ്പോൾ തുടങ്ങി പേടി നെഞ്ചെടുത്തു. പിന്നെ കുട്ടികളെ മദ്രസ വിട്ട് വരുന്ന വഴി ആ ഭാഗത്തു നിന്നാണ് ആന കരയുന്നത്. എന്താ ചെയ്യുക? ഇങ്ങനെ മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ മൃഗങ്ങൾ കാട്ടിലുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നത്. അതുണ്ട്, ആന ഉണ്ട്, പുലി, കടുവ ഉണ്ടെന്നെല്ലാം പറയുന്നത്. പക്ഷെ നമ്മൾ പിന്നെ ഒരു നേരിട്ടിട്ട് അങ്ങനെ കാണുക, അടുത്ത് കാണുക, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറയാൻ എൻ്റെ ഭർത്താവിൻ്റെ ഈ നാട് പറയുന്നത് പിന്നെ ഈ ടൂറിസ്റ്റ് പിന്നെ പ്ലേസ് അവിടെ. അത് എന്താ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് അവിടെ. അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾ മുഴുവൻ വരുന്നെന്തിനാ? മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട് ആന ചവിട്ടി കൊന്നതും. പിന്നെ ഒരു താത്ത ഇതുപോലെ ഇവർ കുറേ പെണ്ണുങ്ങന്മാർ പണിക്ക് പോയപ്പോൾ ഒരു താത്താൻ ആന ചവിട്ടി കൊന്നതും. എത്ര ജീവന് എന്ന് പറയുന്നത്, എത്ര ജീവന് ഉറപ്പേ. ബേജാറാവുക ഇതെല്ലാം കേൾക്കുമ്പോൾ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടായാൽ മതിയേനു. ഈ കടുവ എനിക്ക് തോന്നുന്നു ആന നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ചെവി ഓർത്താൽ കേൾക്കാൻ പറ്റും. കാരണം ആന നടക്കുമ്പോൾ പിന്നെ എന്തെങ്കിലും ഓരോ ചപ്പുകളും മരങ്ങളും പൊട്ടി വീണ ചില്ലകളെല്ലാം ഇങ്ങനെ പൊടിയെന്ന് വെച്ച് നമ്മൾ കേൾക്കും. പക്ഷേ പിന്നെ ഒരു കടുവ വന്ന് നിന്നാലുണ്ടല്ലോ, ഒരു പുലി വന്ന് നിന്നാൽ നമ്മളത് അറിയില്ല. എങ്ങനെയാണെങ്കിലും അറിയില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൈപ്പും വെള്ളമൊന്നും നമുക്കില്ല. നമ്മളിപ്പോൾ പിന്നെ ഈ മലവെള്ളം ഇങ്ങനെ ഓസിൽ വരും, അത് പിടിക്കുക. അപ്പോൾ പൈപ്പ് ഇട്ടിട്ട് അപ്പോൾ അതെല്ലാം പിടിക്കാൻ നമ്മൾ ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ഞാനും ഭർത്താവും ഒരുമിച്ചാണ് നമ്മളിങ്ങനെ ഇറങ്ങുക പുറത്തേക്ക്. എനിക്ക് ഭയങ്കര പേടി, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങില്ല. പിന്നെ പുറത്തേക്ക്